അണ്ണ പോയിട്ടില്ലേ? അതാ ഉണ്ടാവോ? എന്താ ഞാൻ ചന്ദ്ര, ഞാൻ ഇവിടെ വന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ബാക്കി മെമ്പേഴ്സ് കോച്ച് ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം സംസാരിച്ചിട്ട് ഒന്ന് വന്നേ. എടാ നീ ഇവിടുത്തെ ആരാളിയാ? കോഹ്ലിയുടെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയുന്നത് എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമാണ്. അളിയ, ഒരു സിറ്റുവേഷൻ വരുമ്പോ നീ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേൺ ആയിട്ട് ഇവിടെ നിന്ന് അവന്മാരോട് കാര്യം പറയണം. അല്ലാതെ നീ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ് എന്ന് പറഞ്ഞ് പിണങ്ങി പോവല്ല വേണ്ടെന്ന് ചന്ദ്ര. അല്ലല്ല, എന്റെ അടുത്തൊന്നല്ല ഞാൻ പറയാം. കഴിഞ്ഞ ടിജിയുടെ സിറ്റുവേഷനിലാണെങ്കിലും ഇവന്മാരോട് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. തിരിച്ച് ഏതെങ്കിലും ഒരുത്തം പറയുന്നതിന്റെ അന്ന് നമുക്ക് അന്നേരം നോക്കാം. നീ അത് കുറച്ചും കൂടെ സ്റ്റേൺ ആയിട്ട് നീ ഇത് മാനേജ് ചെയ്യണം. ഇല്ല ഞാൻ പറയണ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഏതാ ഇന്നലല്ല മെനഞ്ഞാത്ത സിറ്റുവേഷൻ. മനസ്സിലായി. അല്ല, ഞാൻ ഈ പോയിന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അന്നത്തെ ദിവസം ഞാൻ അടിക്കാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. നിനക്കറിയാം, 3 ദിവസമായിട്ട് ഞാൻ ഇത് ഒരെണ്ണം നീ സോൾവ് ചെയ്ത്, ഒരെണ്ണം ഞാൻ സോൾവ് ചെയ്ത്, ഒരെണ്ണം ഞാൻ വെളിയിൽ പോയി സംസാരിക്കേണ്ട ഗതികേട് വന്ന്. എത്ര എന്ന് പറഞ്ഞടാ ഞാൻ ഈ പറയണത് പോലെ മറ്റേ ഇതിനകത്ത് ഇരിക്കുന്നേ. പിന്നെ ഇവന്മാരെ എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റണല്ല. എന്നാ പിന്നെ അതങ്ങ് അടിച്ചു തീർന്നോട്ടെ. ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലൂപ്പ് 3 ദിവസത്തേക്ക് പിന്നെ അവന്മാരുണ്ടാവൂല. കഴിഞ്ഞിട്ട് വരട്ടെ. അല്ല, അത് മനസ്സിലായി. എനിക്ക് ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ രായനും പണ്ട് തൊട്ട് നമ്മൾ പറഞ്ഞാണ്, നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ ഒരു പോയിന്റ് എങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും നമ്മുടെ സൈഡിൽ വേണം സംസാരിക്കാനായിട്ട്. ആ രീതിയിൽ ഒരു വള്ളി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി ഇപ്പം വേറെ സിറ്റുവേഷൻ ഉണ്ടാണ്. അതായത് ലൈക്ക് വേറെ സിനാരിയിൽ, അതായത് നമുക്കിപ്പം PvP എടുത്തേ പറ്റത്തുള്ളൂ. നമുക്കൊരു ഗ്യാങ് ആയിട്ട് ചൊറിയുണ്ട് ഏതെങ്കിലും രീതിയിൽ. അന്നേരം എടുത്തോട്ടെ, ഏത് രീതിയിലാണെങ്കിൽ എടുത്തോട്ടെ, നമ്മൾ ചോദിക്കാനേ പോകത്തില്ല അതിനെപ്പറ്റി. പക്ഷേ ഈ പറഞ്ഞ പോലെ അല്ലാത്ത സമയത്ത് ഈ ഇവന്മാരിങ്ങനെ വെറുതെ സിറ്റി നിൽക്കുന്ന സമയത്ത് ഇവന്മാർക്ക് ഈ ചൊറി മോഡ് ഓൺ ആവും. അതായത് വെറുതെ നിൽക്കുമ്പോൾ. അതിലിപ്പം എനിക്ക് അതറിഞ്ഞൂടാ. അത് അങ്ങനെയാണ് ഈ ചെറിയ സിറ്റുവേഷൻസ് വലുതാവണേ. അന്നേരം നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് പോകുമ്പോഴത്തേക്ക് വണ്ടി ഇടിച്ചു, തിരിച്ച് സംസാരിച്ചു, തിരിച്ച് കൊണ അടിച്ചു. ഇതാണ് സിറ്റുവേഷൻ. അത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആദ്യത്തെ സിറ്റുവേഷൻ അത് ഞാനത് ആളില്ലാത്തതുകൊണ്ട് സോൾവ് ആക്കി വിടാമെന്ന് പറഞ്ഞ് നിന്നെയാണ് ആക്ച്വലി. പക്ഷേ അപ്പോഴാണ് കണ്ണാപ്പി പോയിട്ട് ഇത്രയും പരിപാടി ഒപ്പിച്ചിട്ട് വരും. സോൾവ് ആക്കി വിടാൻ പറഞ്ഞാൽ അവർ സോൾവ് ആക്കി വിട്ട്. അല്ല, അവന്മാർ പിള്ളേരെല്ലാം പറഞ്ഞതാ വിട്ടെണ്ണു പറഞ്ഞ് പോയതാ. പക്ഷെ അവർ മാസ് ഹീറോ കണ്ണാപ്പി ജോക്കി, അത് ഞാൻ പറയല്ലോ ജോക്കി. ഞാനിപ്പോ കണ്ണാപ്പി ഒരാഴ്ചത്തേക്ക് ഇടുന്നില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം പോലും ജോക്കി, ഇത് കഴിഞ്ഞ ദിവസം ഓഫ്ലൈൻ മീറ്റിംഗിൽ ഞാൻ അത്രയും സോഫ്റ്റ് ആയിട്ടും ഞാൻ അത്രയും ഇതായിട്ടും ഞാൻ കാര്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. ചന്ദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലാതിരുന്നത്. ഇപ്പം മറ്റേ പുറത്തു പോയേക്കുവായിരുന്നു അതിന്റെ കാര്യത്തിന്. അപ്പൊ ഇവനൊഴിച്ച് ബാക്കി എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാരും പിടിച്ച് 1 മണിക്കൂർ ഞാൻ ഇരുത്തി ഉപദേശിച്ച. നമ്മള് തത്സമയം ചെയ്തോണ്ടിരുന്ന എല്ലാരെയും തത്സമയം ഓഫാക്കി രാത്രിയിൽ ഇരുന്ന് 1 മണിക്ക് 2 മണിക്കും ഇരുന്ന് ഇത്രയും നേരം സംസാരിച്ച ജോക്കി. ഇത്രയും ടൈം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇവന്മാരുടെ അടുത്ത് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പറയണത് പോലത്തെ തിരിവ് കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ജോക്കി. നമ്മൾ വേറെ എന്ത് റൂളിലൂടെ വെച്ചിരിക്കുന്നു? ഇതാ ഇപ്പൊ ഇവിടെ വന്ന് ഇവന്മാർക്ക് ഗ്രൈൻഡിങ്ങിന് ഇവിടെ ഇതില്ലെന്ന് പറഞ്ഞ് നമ്മളത് വിട്ട് നമ്മൾ അത് വരുന്ന സമയത്ത് സെറ്റാക്കാന്നുള്ള രീതിയിൽ പറഞ്ഞ് വേറെ ഏത് ഗ്യാങ്ങില ജോക്കി ഈ കമ്മിറ്റ്മെന്റ്സ് അല്ല ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? അല്ല, അപ്പൊ അത്രയൊക്കെ അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ തിരിച്ച് ഞാൻ കുറച്ച് ചെറിയ സാധനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കൂലേ? ഈ ചെറിയ കാര്യങ്ങൾ കീപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല ഇവിടെ. ആരും ഒന്നും ഒരു നിർബന്ധമില്ല ഒന്നിനും ജോക്കി. ഇതൊക്കെ അവരുടെ ബേസിക് റെസ്പോൺസിബിലിറ്റിയാ. ഇതൊക്കെ കീപ്പ് ചെയ്യണം ജോക്കി. ഇത് ഒരാളുടെ അടുത്ത് പറഞ്ഞു ഇന്ന് തന്നെ ജോക്കി ജോക്കി ഗ്രൂപ്പിൽ തന്നെ നോക്ക്. ഫാമിലി ആയിട്ട് പുറത്തു പോകാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ വന്ന് കേറി ഇരിക്കുന്നുണ്ട്. മനസ്സിലാവട്ടെ കണ്ണാപ്പിക്ക്. ഞാൻ വേറെ കാര്യം പറയാം ജോക്കി, ഇത് കണ്ണാപ്പിയുടെ മാത്രം പ്രശ്നമൊന്നും അല്ല. കണ്ണാപ്പി മാത്രമൊന്നും അല്ല, ഇതിനകത്ത് കുറെ എണ്ണം ഉണ്ട്. ഇത് കണ്ണാപ്പി മാത്രമൊന്നും അല്ല, എല്ലാരും ഇന്ന് അവനെ കിട്ടിയെന്നേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ കണ്ണാപ്പി മാത്രമല്ല ഇത് ചെയ്യുന്ന കുറെ പേരുണ്ട് ഇവിടെ. അടുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോ ഞാൻ പേരെടുത്ത് പറയാം. അല്ലാതെ നമ്മൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞു അത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ ജോക്കി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേ.
അല്ല ഞാൻ പറ ഒരു മാസം ഒരാഴ്ച 2 ആഴ്ച ചെയ്യത്തില്ല, മൂന്നാമത്തെ ആഴ്ച ആദ്യത്തെ ദിവസം തൊട്ട് ഇല്ലടാ ചെയ്യും. ചന്ദ്ര അത് ഇങ്ങനെ മൂന്നാമത്തെ ആഴ്ച കൊടുത്തോണ്ടിരിക്കുമ്പോ ചെയ്യുന്നവനെ അടുത്ത ദിവസം ഞാൻ 2 വീക്കിലേക്ക് മാറ്റിയിടോളി. അപ്പം ഇനി അടുത്ത ചെയ്യുന്നവന് രണ്ട് അടുത്തത് week. അടുത്ത അങ്ങനെ ഞാൻ ചെയ്ത് 2 ആഴ്ചത്തേക്ക് മാറ്റിയിടും. അങ്ങനെ അങ്ങനെ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വാണിംഗ് കൊടുത്ത കുഴപ്പമില്ല. അളിയ നമ്മുടെ ആൾക്കാർ പുറത്തിരിക്കുവോ, ഇപ്പോഴും കളിക്കാൻ പറ്റാതെ ആൾക്കാർ പുറത്തിരിക്കുവോ. അപ്പൊ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യട്ടെ, ചെയ്യാൻ നോക്കിയിരിക്കണം ഞാന്, ചെയ്യട്ടെ. എന്നാലേ എനിക്ക് ബാക്കിയുള്ളവരെ മാറ്റിയിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവന്മാർക്കൊരു പേടി വരണം, പേടി ഇല്ലാതെ കളിക്കണ്ട. അമ്മാര് ചെയ്യരുത്, ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണോ ചെയ്യണത് നമ്മള്. മനസ്സിലായി. ഓക്കെ മനസ്സിലായി. സെറ്റാക്കാം, എല്ലാം സെറ്റാക്കാം. നീ തൽസില്ലേ ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ ജോക്കി. ഞാൻ ഇനി എന്ത് പ്രാന്തായി എനിക്ക്. ഞാൻ നോക്കിയപ്പോ ജോക്കി അവിടെ വടി പോലെ ജോക്കി അവിടെ അടിച്ചിട്ടിരിക്കുന്നു. എടാ ഞാനാണെങ്കിൽ നിന്നെ ഒരുത്തൻ ചാറ്റി ഒന്ന് തെറി വിളിച്ചിട്ട് ആ സാധനം വായിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒറ്റടി. ജോക്കി ഞാൻ കണ്ണു പോലും ഇല്ല എന്റെ കൈ. ഞാന് കഴപ്പിന് വൈകിട്ട് മഴ പെയ്തിട്ട് ദേവൂട്ടനെയും കൊണ്ട് മഴയും നനഞ്ഞ് മറ്റേ വെളിയിലിറങ്ങി മറ്റേ ഇത് കാണിച്ച് ചെറുക്കൻ ഒരു തരത്തിൽ വെള്ളത്തിൽ നിന്ന് കയറുന്നുമില്ല. ഞാൻ അതിനകത്ത് കയറി മറ്റേ നനഞ്ഞ് ഒളിഞ്ഞ് കൊക്കിനെ പോലെ ഇരുന്നപ്പോഴാണ് തിരിച്ചു വന്നപ്പോ ജോക്കിയെ അവിടെ കൊഞ്ചു വരട്ടിയതുപോലെ അടിച്ചിട്ടിരിക്കുന്നു. എടാ എന്റെ തോക്കുണ്ടായിരുന്നെങ്കിൽ ഒരു ഫൈറ്റിനകത്ത് വീണ കുഴപ്പമില്ല. ചെയ്യാനില്ല, അവരമ്മ 50 പേരുണ്ടായിരുന്നു അവിടെ. ജോക്കി ഒരു ഗണ്ണെടുത്തിരുന്നെങ്കിൽ ഇതിപ്പോ നമുക്ക് ഗണ്ണെടുത്ത് വെടിവെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാസടിക്കാം. അവിടെ ഗണ്ണെടുത്ത് വെടിവെച്ച് വിപ്പായി ചത്തുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. എന്തുകൊണ്ട് തൊട്ടടുത്തിടാ അവൻ മറ്റേ പിരികത്തി ഉമ്മ എന്നോട്ട് നിൽക്കുവായിരുന്നു അവൻ. എന്തുകൊണ്ട് കാണിക്കുന്നവൻ. നീ റെഡി ആയിട്ട് എല്ലായിടത്തും പറയാം, ഇറങ്ങുന്ന എല്ലായിടത്തും 11 മണി ആകുമ്പോഴത്തേക്കും കറക്റ്റ് വരണം. ഇനി വിളിച്ചു 11 മണി ആകുമ്പോഴത്തേക്കും കറക്റ്റ് കയറണം. ഒരു 10:50 10:45 ആകുമ്പോ എല്ലാരും റെഡി വരണം. 25 പേരും പറഞ്ഞ എല്ലായിടത്തും പറഞ്ഞ. ഓ പോയി ബിസിനസ് ഒക്കെ എങ്ങനെ പോകണ്ടാ ചന്ദ്രു? മുട്ട ഏറെ കിട്ടിയില്ലെന്നുള്ളു. ഒരാളെ പറഞ്ഞു പറ്റി. ഒരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലി ഉണ്ടായിരുന്നു, കാശ് കൊടുത്തില്ലേലും മോഹം കൊടുക്കരുതെന്ന്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകണ്ടാ പോയി? ചന്ദ്രു ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. എങ്ങനെയാണ് വർക്കൊക്കെ വന്നാ? എനിക്കതൊന്നും അറിയണ്ട. ചന്ദ്രു എന്നെ പറ്റിച്ചല്ലോ. ഫസ്റ്റ് വർക്ക് വന്നാ? അത് കേക്കട്ടെ, പ്രൊമോഷൻ ആണ്, ആൾക്കാരോട് പറ. ആ പിന്നെ എന്തൊരു 4 കിട്ടി. വെബ്സൈറ്റ് വന്നാ? വെബ്സൈറ്റ് 2 മറണ്ടേടാ വന്നില്ല. വലിയ ഇത് കിട്ടിയില്ല, ചെറുത്. എടാ പിന്നെ മെറ്റാ ക്ലാസ് പറഞ്ഞ ഒരു എൻജോസ് എന്തിന് വരുവാണെങ്കിൽ അതാ ചന്ദ്ര വരുമ്പോ പൊതിഞ്ഞു വെച്ചേക്കുവായിരുന്നു. മറ്റേ ആ പൂ പോലത്തെ മറ്റേ സാധനം കിട്ടി, മറ്റേ ബൊക്കയിൽ വെച്ചേക്കായിരുന്നു തരാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ അത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കും ചന്ദ്ര ഫ്രീ ആയിട്ട്. എടാ നീ അവിടെ മറ്റേ ഇത് മറ്റേ പുതിയ സിനിമയുടെ സെക്കൻഡ് കോപ്പി ആയിട്ട് മറ്റേ CD വിൽക്കണം പറഞ്ഞ് ബ്ലാക്കില് തോന്നി മാസം ഒന്നില്ലല്ലോ. അതൊരു കമ്പനി അല്ലേ എന്തൊരു? എങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ ചെറുതായിട്ട് പൈസ വേണ്ടേ, പോക്കറ്റ് മണി വേണ്ടേ എന്തൊരു? അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിജയുടെ ജനനായകന്റെ CD ഇറങ്ങുന്ന ഉണ്ട് അയച്ചേക്കട്ടെ. എനിക്ക് വേണ്ട CD ഉണ്ടല്ലേ? 150 രൂപ. ഓക്കെ വാടകയാണല്ലേ? വാടക തിരിച്ചുകൊണ്ടുവരണല്ലേ? വേണ്ട 150 രൂപയ്ക്ക് തരും. 150 രൂപ ഫുൾ ആയിട്ട് തരും? ഫുൾ ആയിട്ട് തരും. ആ ഓക്കെ 150 കോടിയുടെ സ്ട്രൈക്ക് ആണ്. ഒരു കുഴപ്പമില്ലടാ, തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയടാ. നിന്റെ പാർട്ണർ കേട്ട് കഴിഞ്ഞാൽ നാളെ നിന്റെ തലക്കടിച്ചു വന്നിട്ട് പാർട്ണർഷിപ്പ് ക്യാൻസൽ ആയിട്ട് അവൻ പാട്ടിന് കേട്ടാ ഉറപ്പായിട്ട് അവൻ കാണും ഇത്. ചന്ദ്രു കണ്ണനെ ഇറക്കി വിടുമെന്ന് പറഞ്ഞപ്പോ ഒരു വാക്കെങ്കിലും പറയാൻ. എന്ത് പറയാനാ? ഞാൻ എന്താ പറയാനാ? അടുത്ത വെച്ചിട്ട് ഇതിന്റെ അകത്ത് അറിയാ പെണ്ണുങ്ങളെ കയറ്റാൻ പറ്റൂല എന്നറിയില്ലേ? സൂര്യനെ കൈയും കലാശവും കാണിച്ച് എന്റെ ചെറുക്കന്റെ കൈയും കലാശവും കാണിച്ച് എന്റെ ചെറുക്കനെ വളച്ചിട്ട് എന്താ ബ്രേക്കപ്പ് ചെയ്തു. നിനക്ക് വേണ്ടിട്ട് ചന്ദ്രമാമന് വേണ്ടിട്ട് ബ്രേക്കപ്പ് ചെയ്താ നീ? അപ്പൊ ബോസണ ട്രൂ ലവ് അല്ലായിരുന്നു. ഇനിയിപ്പോ കേറണ്ട.
ട്രൂ ലെവലില്ല. അപ്പൊ നിന്റെ മോനെ തേച്ചല്ലേ ഇറങ്ങാൻ പോടി എന്റെ വീട്ടിൽ നിന്ന്. കള്ളത്തരം ഫേക്ക് ലവ്. നിനക്ക് എന്താ നടത്തുകൂടാ? നിന്റെ ശനിയും ഞായറും പണിമുടക്ക് ഞാൻ നടത്തും കേട്ടാ. നീ കൊച്ചിനെ കൊണ്ടിട്ട് പോണ്ടേ അതെ അണ്ണന്റെ അടുത്ത് കാണാൻ വന്നത്. അണ്ണേ ഞാനേ ആ വാ അണ്ണാ ഇങ്ങോട്ട് വന്ന് പറഞ്ഞത് ഞാൻ ചുമ്മാ കണ്ണനെ മാറ്റണം, അവന് ചെറുതായിട്ട് വാസണ്ണ. ഉണ്ട്. അണ്ണനെ കാണാൻ ഒരാള് അണ്ണനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടോ? അണ്ണ ആരെ അണ്ണന്റെ ജനിക്കാതായ മോള് എലിയുടെ മോള്. വാസണ്ണ അണ്ണാ വാസണ്ണ അണ്ണ ഇതാണ് അണ്ണ എലിയുടെ മോള്, അതായത് അണ്ണന്റെ ജനിക്കാതായ മോള്. ഹലോ എന്താ പേര്? 10 ഗ്രാം പ്രോട്ടീൻ. ചിന്നുവാ? മോളെ ഇതാരെന്നറിയാവോ? നിന്റെ അമ്മ അതായത് മോളുടെ അമ്മയുടെ പഴയ കാമുകൻ. ഇങ്ങനെ ഒരു കൊച്ചിനെടുത്ത് എന്താണ് അതാണ് ഇത് മോളെ ഇത് നിന്റെ അമ്മയുടെ അമ്മയുടെ പേരെന്താ? ആ ഇതാണ് നിന്റെ അച്ഛന്റെ അച്ഛൻ. പേരെന്താ? അച്ഛനില്ലേ? ഇതാണ് മോളുടെ അച്ഛൻ ഇന്നോട്ട് വാസു. എടാ അവളുടെ കണക്കാൻ അവൾക്ക് നന്ദയില്ല, സെയിം എലിയുടെ മോള് തന്നെ. അവർക്ക് നന്ദില്ല. ശരിയാ. അവൾക്ക് നന്ദയില്ല, കുഞ്ഞിനും നന്ദയില്ല. അപ്പൊ അണ്ണ ഇതൊന്നല്ല ഇവിടെ നാക്ക് ഇവിടെ അണ്ണ എന്റെ വാസണ്ണ എന്റെ തങ്കം പോലത്തെ മോനെ കയ്യും കലാശം കാണിച്ച് വളച്ച്. തന്തയുണ്ട്, വാടക തന്ത. അണ്ണ അതല്ല നമ്മളുള്ളതല്ലേ അണ്ണാ. അണ്ണ എന്റെ മോനെ കൈ പറയുന്ന കേക്ക്. അണ്ണ എന്റെ മോനെ കയ്യും കലാശം കാണിച്ച് നമ്മള് വളച്ചെന്ന്. അയ്യോ മറ്റേ സൂര്യബോസിന്റെ ഗേൾഫ്രണ്ട്. ഓ ഇവളല്ലേ വളച്ച അവനെ ആ മുതുക്കനെ. ഒരു ഡേറ്റിനൊക്കെ കൂടാ, കോഴിക്കോട്ടില് ഡേറ്റിനൊക്കെ പോകും. ഇത് രണ്ടും കൂടി കോഴിക്കാട്ടത്തിന്റെ അത്ര ഉള്ളല്ലോ. അണ്ണ ഇത് രണ്ടും കൂടി കാട്ടിലൊക്കെയാണ് പോണത്. എന്തിനു പോണെന്ന് വെച്ചാൽ ഡേറ്റിന് പോണെന്നൊക്കെ പറയുന്നേ. ഉള്ള കാര്യം ഗ്യാങ് വെച്ച് പറ്റൂല അണ്ണു. പറയാനല്ലേ സത്യം ഉണ്ടോ? അണ്ണ ഇത് എന്താണ്ണത്? നീ ആ കൊച്ചു അണ്ണനെ കുഞ്ഞല്ലേടാ കാണണമെന്ന് അത്. പറഞ്ഞ് പെണ്ണല്ലേ അണ്ണു? എടാ കുഞ്ഞല്ലടാ അത്. കുഞ്ഞല്ലേടാ പോയത്. പറ്റൂല അത് ശരിയല്ല. അണ്ണാ ഇവള് ഈ കാണുന്ന പോലല്ലേ എന്നെ തെണ്ടി പട്ടി എന്നൊക്കെ വിളിക്കുന്ന ഇവള് ചില സമയത്ത്. എന്നെ തന്തയ്ക്ക് വിളിക്കുന്ന എന്നാ പോടെന്നൊക്കെ വിളിക്കുവള് ഇടയ്ക്ക്. എന്നെ തന്തയ്ക്ക് വിളിക്കുന്ന അണ്ണാ. നമ്മുടെ ഭയങ്കര മാന്യമായിട്ടാ കൊച്ചു ആ സംസാരിക്കുന്നത്. അതാണ് കുറച്ചേ മാറിക്കോളത്. പിന്നെ അണ്ണാ, അത് ഇങ്ങനെയല്ല അണ്ണാ, 10 ഗ്രാം പ്രോട്ടീൻ. എടാ, ഞാൻ 9:52. പാപ്പം കഴിച്ചോ? ഹലോ 10 എല്ലാരും കത്തുന്നത് എന്റെ പ്രശ്നമാണ്. ഹലോ പാപ്പം കഴിച്ചു. പാപ്പം ആഹാരം കഴിച്ചോ? പാലിന് ഈ പാമ്പിനാണ് ഈ പാല് കൂട്ടണേ എല്ലാരും കൂടി. കാര്യം പറഞ്ഞ എടാ എന്റെ കൊച്ചാണ് എന്റെ കാര്യം. ഇത് ആരെ കൊച്ചറാ? നീ ഒന്ന് ഉറപ്പിക്കടാ ആദ്യം ഒന്ന്. അയ്യോ, എന്റെ അങ്ങനെയല്ല നീ നാട്ടിലുള്ള എല്ലാരും ആദ്യം നീ നാട്ടിലുള്ള എല്ലാരും ആങ്ങളെ. നീ ഇപ്പൊ മോനും മോളും നീ തന്തയും ഇതാവാ നടക്കുന്നു. ഇനി അതെ നീ ഒന്ന് പറഞ്ഞോ. എന്താളിയാ ഓൾറെഡി എത്ര അനിയത്തി വരളിയാ? ഒരു അനിയത്തി എനിക്കൊന്ന് എനിക്കൊരു അനിയത്തിയായിട്ട് അലീന ഒരു അനീത്തി ഇല്ലേ? എടുത്തില്ലേ നീ എന്റെ അനീത്തിനെ? എനിക്ക് അനിയത്തിയായിട്ടാണ് പറഞ്ഞത്. ആ മാമ ഇപ്പൊ വരും. മാമ വന്നിട്ട് നമുക്ക് ചോദിക്കാം, പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതെ ഞാൻ കാര്യം പെട്ടെ. ചോദിക്കാം. നിന്റെ ആ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കൂല. അവള് ലോക കള്ളിയാ, ലോക കള്ളി. നീ ഒരു 5 കോടി ഞാൻ നിന്റെ ദത്തെടുക്കാം. അമ്മ നോക്കൂ ഒരുപാട് നിന്റെ അമ്മ ഓടി. ആ കള്ളിയാ അവള്. അവളുടെ മോള് തന്നെ.